ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ മന്ത്രിസഭയുടെ മുഖം മിനുക്കണമെന്നാണ് എല്ലാവരും അടക്കം പറയുന്നത്. പരിണിതപ്രജ്ഞരായ ചിലരെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയതോടെ മുഴുവൻ ഭരണച്ചുമതലയും മുഖ്യമന്ത്രിയുടെ തലയിലായ മട്ടാണ്. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ മിടുമിടുക്കന്മാരുടെ നിരയായിരുന്നുവെങ്കിൽ ഇത്തവണ അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നവരുടെ ഘോഷയാത്രയായിരുന്നു. ഒരു രീതിയിലുമുള്ള ഭരണപാടവമുള്ളവരല്ല മിക്ക മന്ത്രിമാരും. ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ മാത്രമായിരുന്നു അതിനൊരു അപവാദം. അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്നതോടെ അതും അവസാനിക്കും. യഥാർത്ഥത്തിൽ ചേലക്കരയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തോളം മാത്രമാണ് ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലും കൂടി ലഭിച്ചിട്ടുള്ളൂ എന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാത്ത മന്ത്രിമാർ അവർ തന്നെയാണ് ഇതിനെല്ലാം അടിസ്ഥാന ശില പാകിയത്. കേരളത്തിൽ ആദ്യമായി സഹകരണ ബാങ്ക് അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പൊൻകുന്നത്തിന് സമീപമുള്ള ഇളംകുളം സർവീസ് സഹകരണ ബാങ്കിലായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചുവെന്ന് അന്നേ ആക്ഷേപമുള്ള ആളെയാണ് സഹകരണ മന്ത്രി കുപ്പായം അണിയിച്ചിരിക്കുന്നതെന്ന് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ചർച്ചയായിരുന്നു. ഇതിനെല്ലാം ഒരു വലിയ മാറ്റം വരുത്താൻ ഇടതുമുന്നണി ആലോചിക്കുന്നുവെന്നാണ് പൊതുവെ ഒരു സംസാരമുള്ളത്. ഘടകകക്ഷികളുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക, വകുപ്പുകളിലെ ഭരണം കാര്യക്ഷമമാക്കുക തുടങ്ങി ഒട്ടേറെ കർമ്മ പരിപാടികളാണ് CPM തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഇപ്പോഴുള്ള ഏകാധിപത്യ പ്രവണതകൾ മാറി കൂടുതൽ ആലോചനകളിലൂടെ മുന്നോട്ട് പോകാനാണ് LDFൻ്റെ ലക്ഷ്യം. അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വിധം ദയനീയമായ പരാജയമാണ് ഇത്തവണ മുന്നണി ഏറ്റുവാങ്ങേണ്ടി വന്നത്. വയനാട്ടിലെ രാഹുലിൻ്റെ 3 ലക്ഷം ഭൂരിപക്ഷം പ്രതീക്ഷയ്ക്കുള്ളിൽ നിൽക്കുന്നതായിരുന്നു. എന്നാൽ വടകരയിലെയും മലപ്പുറത്തെയും എന്തിന് കണ്ണൂരിലെ സുധാകരൻ്റെ ഭൂരിപക്ഷം പോലും വിശദീകരണത്തിന് അർഹതയില്ലാത്തതാണ്. സുധാകരൻ ഇപ്പോഴും സ്വയം നുള്ളി നോക്കുകയാണ്, ഇത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നറിയാൻ. വിജയം ഉറപ്പിച്ചിരുന്ന പാലക്കാട്, അതിലുപരി കോഴിക്കോട്, കാസർഗോഡ് എല്ലായിടത്തെയും അത്ഭുതകരമായ ഭൂരിപക്ഷം ഈ മന്ത്രിമാരുടെ കെടുകാര്യസ്ഥതയിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത്. നല്ല ക്യാപ്റ്റൻ ഉണ്ടായിട്ട് കാര്യമില്ല. ക്യാപ്റ്റനോട് സഹകരിക്കുന്ന നല്ലൊരു ടീം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കളി വിജയിക്കൂ. ഇടുക്കിയിൽ ജോയ്സ് ജോർജിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് അവിടെ വോട്ട് നഷ്ടപ്പെടുത്താനിടയാക്കിയെന്നാണ് പലരും പറയുന്നത്. ചാലക്കുടിയിൽ ചാർലി പോൾ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് പോലും രവീന്ദ്രനാഥ് എന്ന മാന്യനായ സ്ഥാനാർത്ഥി തോറ്റുപോയത് ചിഹ്നം കൊണ്ട് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ചാലക്കുടിയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ നല്ല യുവാക്കളെ നിർത്തിയിരുന്നുവെങ്കിൽ ഭരണവിരുദ്ധ തരംഗത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാകാമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനൊപ്പം പത്രസമ്മേളനത്തിൽ ഉപവിഷ്ടനായിരുന്ന പഴയ CPM നേതാവ്, അതായത് ഇപ്പോഴത്തെ CMP നേതാവ് CP ജോൺ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള മലബാർ ദേശത്ത് സംഭവിച്ച ഈ അട്ടിമറി കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറയിളക്കും. പരാജയമല്ല ഭയപ്പെടുന്നത്, അപ്രതീക്ഷിതമായ വലിയ ഭൂരിപക്ഷം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പഠന വിഷയമാക്കേണ്ടത്. ജയവും പരാജയവും ഇടകലർന്നുള്ള പ്രക്രിയയാണ്. പക്ഷേ വീഴ്ചയിലുണ്ടാകുന്ന ആഘാതം വലുതായിപ്പോയി. അത് പരിഹരിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മിഷണറി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇനി അധികം ദൂരമില്ല. ഇതിൽ 3-ാം ദിനം നിയമസഭാ തെരഞ്ഞെടുപ്പും ആഗതമാകും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയവും അതിൽ ശക്തിയായി സമരം ചെയ്ത BJPയും എല്ലാം കൂടി വലിയ ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വല്ലാത്തൊരു പ്രതീക്ഷയും. അന്ന് പോലും ലഭ്യമാകാത്ത വിധം വോട്ട് സമാഹരിക്കാൻ UDFനെ കൊണ്ട് കഴിഞ്ഞത് അവരുടെ മിടുക്കൊണ്ട് മാത്രമല്ല, സർക്കാരിനോടുള്ള ജനത്തിനുള്ള വെറുപ്പ് തന്നെയാണ്. ഓരോ മേഖലയിലും നടക്കുന്ന കൊള്ളരായ്മകളെ ഫലപ്രദമായി നേരിടാൻ കഴിവില്ലാത്ത വകുപ്പ് മന്ത്രിമാർ അവർ തന്നെയാണ് ഈ മന്ത്രിസഭയുടെ പേര് ഇത്രയും വഷളാക്കിയത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഘടകകക്ഷികളുടെ ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരെയും മാറ്റി പുതിയ ഒരു മുഖച്ഛായ കൊണ്ടുവരണം. ശക്തനായ മുഖ്യമന്ത്രിക്ക് ശക്തനായി നിലകൊള്ളണമെങ്കിൽ ശക്തരായ മന്ത്രിമാർ കൂടെ വേണം. ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് ആപത്ത് വരുമ്പോൾ AK ബാലനും ജയരാജനുമെല്ലാം ഓടി വരേണ്ട ദയനീയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.